അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 17 ബുധനാഴ്ച. പകർച്ചവ്യാധി ആശങ്കയിൽ കേരളം. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇതോടെ ഈ വർഷം 155 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ 4ഉം 9ഉം വയസ്സുള്ള 2 വിദ്യാർത്ഥികൾക്കും കോഴിക്കോട് വടകര കുറുമ്പയിൽ 4 വയസ്സുകാരിക്കും ഷിഗല്ല സ്ഥിരീകരിച്ചു. ഷിഗല്ലയ്ക്കൊപ്പം മലേറിയ, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികളും ആശങ്കയേറ്റുന്നുണ്ട്. മലേറിയ കണ്ടെത്തിയ കോഴിക്കോട് ജാഗ്രത ശക്തമാക്കി. അതേസമയം സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധത്തിന് ഹൈപവർ കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. അമേരിക്കയുമായുള്ള യുദ്ധം അവസാനിച്ചെന്ന് ഇറാൻ. അതേസമയം ലബനനിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ അത് ധാരണയെ ബാധിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. അമേരിക്ക നാവിക ഉപരോധം നീക്കി തുടങ്ങിയതോടെ ഇറാൻ തീരത്ത് വീണ്ടും കപ്പലുകൾ അടുത്തു. ഇറാൻ അമേരിക്ക അന്തിമ കരാറിനുള്ള ചർച്ചകൾ ശനിയാഴ്ച തന്നെ തുടങ്ങും. ആണവായുധമുണ്ടാക്കാൻ ശ്രമിച്ചാൽ വീണ്ടും യുദ്ധമെന്ന് ഡൊണാൾഡ് ട്രംപും മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുമായുള്ള പുതിയ സമാധാന ധാരണയെ തുടർന്ന് ഇറാന്റെ എണ്ണക്കപ്പലുകൾ സർവീസ് പുനരാരംഭിച്ചു. ഹോർമസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള പ്രാരംഭ കരാറിൽ എത്തിയതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയിൽ വലിയ ഇടിവുണ്ടായി. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലുള്ള ഈ കരാർ വരും ദിവസങ്ങളിൽ ഔദ്യോഗികമായി ഒപ്പുവയ്ക്കും. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ച് 15 ദിവസം പിന്നിടുമ്പോൾ 10 കോടി രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുക്കൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 2575 കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നും 2778 പേരെ അറസ്റ്റ് ചെയ്തുവെന്നും 1.58 കിലോഗ്രാം MDMA, 146.45 കിലോഗ്രാം കഞ്ചാവ് എന്നിവയടക്കം പിടികൂടിയതിൽ ഉൾപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ഏജൻസികളുടെ പിന്തുണയോടെ ഓപ്പറേഷൻ തൂഫാൻ വിപുലപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊച്ചി സിറ്റി പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ ലീഡർമാർക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ലഹരി ഉപയോഗം തടയുന്നതിനും കലാലയങ്ങളെ ലഹരി വിരുദ്ധമാക്കുന്നതിനും ലക്ഷ്യമിട്ട് പരിശീലനം ലഭിച്ച 400-ലധികം വിദ്യാർത്ഥികളെ തൂഫാൻ വാരിയേഴ്സായി ചുമതലപ്പെടുത്തും. കൊച്ചി സിറ്റി പോലീസ് പരിധിയിലെ ബാർ, ഹോട്ടലുകളിലും വിനോദ കേന്ദ്രങ്ങളിലും രാത്രി 11 മണിക്ക് ശേഷമുള്ള DJ പാർട്ടികൾക്കും ഉയർന്ന ശബ്ദത്തിലുള്ള സംഗീത പരിപാടികൾക്കുമുള്ള നിയന്ത്രണം 15 ദിവസത്തേക്കുകൂടി നീട്ടി. നിയമം ലംഘിക്കുന്നവർക്കെതിരെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. മാസപ്പടി കേസിൽ CMRL ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത, CMRL ഡയറക്ടറും എംപവർ ഇന്ത്യ ഡയറക്ടറുമായ ജയ കർത്ത എന്നിവരെ ED ഇന്നലെ ചോദ്യം ചെയ്തു. പിണറായി വിജയന്റെ മകൾ വീണ EDക്ക് മുന്നിൽ ഇന്ന് ഹാജരായേക്കും. ഹാജരാകുന്നതിന് വീണ ഇന്നലെ സാവകാശം ചോദിച്ചിട്ടില്ല. ഇൻഡിഗോ കേസിലെ പുനരന്വേഷണത്തിൽ പ്രതികരണവുമായി EP ജയരാജൻ. ആക്രമിക്കാനെത്തിയത് ഭീകരന്മാരെ പോലെയെന്നും തടയുക മാത്രമാണ് ചെയ്തതെന്നും EP ജയരാജൻ പറഞ്ഞു. കോടതിയിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കും. താൻ പ്രതിയും പരാതിക്കാരനും ആയിരുന്നില്ലെന്നും തന്റെ പേര് പറഞ്ഞത് എന്തുകൊണ്ടെന്നറിയില്ലെന്നും EP ജയരാജൻ ചൂണ്ടിക്കാട്ടി. വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം. വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം പങ്കുവച്ച DYFI നേതാവ് ജിതിൻ ഭാസ്കറാണ് പിടിയിലായത്. ചോദ്യം ചെയ്യലിനിടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ജിതിൻ ഭാസ്കറാണ് വടകര സ്ക്വാഡ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് ആദ്യമിട്ടതെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കേസിൽ അറസ്റ്റിലായ ജിതിൻ ഭാസ്കറെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു.
കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കുട്ടിയെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചത് നല്ല കാര്യമാണെന്നും എന്നാൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ അദ്ദേഹം പോയിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി വരില്ലായിരുന്നുവെന്നും വനം മന്ത്രി ഷിബു ബേബി ജോൺ. അന്ന് അദ്ദേഹത്തിന്റെ ജില്ലയിൽ മാത്രം 22 പേരാണ് കാട്ടാന ആക്രമണത്തിൽ മരിച്ചതെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ ബസ് സർവീസുകൾ സർക്കാർ ഭാഗികമായി ഏറ്റെടുക്കണമെന്ന നിർദ്ദേശവുമായി ബസ് ഉടമകൾ. സ്വകാര്യ ബസ്സുകളുടെ ദിവസ കളക്ഷൻ സർക്കാരിന് നൽകാമെന്നും പ്രതിദിനം ഒരു ബസ്സിന് കിലോമീറ്ററിന് 55 രൂപ സർക്കാർ നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. സ്ത്രീകൾക്ക് സൌജന്യമായി സർവീസ് നൽകാമെന്നും നഷ്ടപരിഹാരം സർക്കാർ നൽകണമെന്നും ബസ് ഉടമകളുടെ ഫെഡറേഷൻ ഭാരവാഹികൾ അറിയിച്ചു. പിണറായി സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യത്തിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി എസ്ഐടി. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകിയ ജില്ലാ സെഷൻസ് കോടതി തീരുമാനത്തിനെതിരെയാണ് എസ്ഐടി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ഥലം ഉത്തരവിൽ ഭേദഗതി വരുത്തുമെന്ന് പ്രസിഡന്റ് ജയകുമാർ. 75 പേരിൽ 20 പേരുടെ സ്ഥലമാറ്റമാണ് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഇന്നലെ ചേർന്ന ബോർഡ് യോഗം തീരുമാനിച്ചത്. എസ്ഐടി ചോദ്യം ചെയ്തതിന്റെ പേരിൽ മാത്രം ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്താനാകില്ലെന്നും വിജിലൻസ് ക്ലിയറൻസ് ഇല്ലാത്തവരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും കെ ജയകുമാർ വിശദീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ നടപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. തീർത്ഥാടകർക്ക് സൌകര്യമൊരുക്കാൻ ഗുരുവായൂർ ദേവസ്വം നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ 3 വർഷത്തിനകം പൂർത്തീകരിക്കുമെന്നും നവീന സൌകര്യങ്ങളൊരുക്കി ഗുരുവായൂർ, ശബരിമല, കൊട്ടിയൂർ ക്ഷേത്രങ്ങളെ മികച്ച തീർത്ഥാടന കേന്ദ്രങ്ങളാക്കി മാറ്റാൻ സർക്കാരിന് പദ്ധതിയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അൻസിബയുടെ പരാതി അടിസ്ഥാനരഹിതമാണെന്നും വ്യക്തിവൈരാഗ്യമാണ് പരാതിക്ക് പിന്നിലെന്നും നടൻ ടിനി ടോം. അതേസമയം നടി അൻസിബ ഹസന്റെ പരാതിയിൽ കടവന്ത്ര പോലീസ് ആരോപണ വിധേയനായ ടിനി ടോമിന്റെ മൊഴിയെടുത്തു. കമ്മ്യൂണിസ്റ്റുകാർ അഴിമതി കാണിക്കില്ലെന്ന പൊതുസമൂഹത്തിന്റെ വിശ്വാസത്തിന് ഇളക്കം തട്ടിയിട്ടുണ്ടെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്. വികസനം മാത്രം നടപ്പിലാക്കിയതുകൊണ്ട് തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ കഴിയില്ലെന്നും രാഷ്ട്രീയവും സംസ്കാരവും ഉയർത്തിപ്പിടിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ നല്ലൊരു പങ്ക് ആളുകൾക്കും സാമ്പത്തിക സഹായമൊന്നും വേണ്ടെന്നും അവർ പ്രതീക്ഷിക്കുന്നത് സൌഹാർദ്ദവും നല്ല പെരുമാറ്റവും ചിരിയുമൊക്കെയാണെന്നും അതെല്ലാം കുറച്ചു കുറഞ്ഞോ എന്ന് സംശയമുണ്ടെന്നും തോമസ് ഐസക് ഫേസ്ബുക്കിൽ കുറിച്ചു. പട്ടിമറ്റം ചെങ്ങരയിലെ റബ്ബർ തോട്ടത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നോർത്ത് വലമ്പൂർ സ്വദേശി ജിജോയുടെ മരണത്തിൽ 2 സുഹൃത്തുക്കൾ അറസ്റ്റിലായി. നോർത്ത് വലമ്പൂർ ആക്കാമ്പറ വാലാട്ടിയിൽ വിനു, വി കെ ജിനീഷ് എന്നിവരെയാണ് കുന്നത്തുനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം വെമ്പായത്ത് സ്കൂൾ വിദ്യാർത്ഥിനിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമം. കഴുത്തറുക്കാനുള്ള നീക്കം തടഞ്ഞ കുട്ടിയുടെ മുഖത്തും കഴുത്തിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും ആഴത്തിൽ മുറിവുകളേറ്റു. നെടുവേലി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായ 16-കാരിക്ക് നേരെയാണ് പനവൂർ സ്വദേശിയായ സഹദ് ആക്രമണം നടത്തിയത്. പെൺകുട്ടിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് രക്തത്തിൽ കുളിച്ചുകിടന്ന കുട്ടിയെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനി നിലവിൽ അപകടനില തരണം ചെയ്തു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്യൂറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. അണ്ണാ ഡിഎംകെക്ക് കനത്ത പ്രഹരമേൽപ്പിച്ച് മുൻ ആരോഗ്യമന്ത്രി സി വിജയഭാസ്കർ എംഎൽഎ സ്ഥാനം രാജിവെച്ചു. സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറി. രാജി അംഗീകരിച്ചതായി സ്പീക്കർ അറിയിച്ചു. ഇതോടെ നിയമസഭയിൽ എഐഎഡിഎംകെ എംഎൽഎമാരുടെ എണ്ണം 42ആയി. നീറ്റ് പുനഃപരീക്ഷയിലെ സൈനിക തലത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് മുൻ ബിജെപി അധ്യക്ഷൻ കെ അണ്ണാമലൈ വിമർശിച്ചു. എന്നാൽ സുതാര്യത ഉറപ്പാക്കാൻ ഇതാവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ബിജെപി നേതാക്കൾ മറുപടി നൽകി. അയോധ്യ രാമക്ഷേത്രത്തിലെ കോടിക്കണക്കിന് രൂപയുടെ സംഭാവനയിൽ തട്ടിപ്പ് നടന്നെന്ന ആരോപണങ്ങളെ തുടർന്ന് ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ക്ഷേത്രത്തിൽ വിശദമായ പരിശോധന ആരംഭിച്ചു. സംഭാവന പെട്ടികൾ തുറക്കുന്നത് മുതൽ പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും സംഘം വിലയിരുത്തി. സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവുകൾ ശേഖരിച്ചു. തൃണമൂൽ കോൺഗ്രസിലെ പ്രതിസന്ധിയിൽ മമതാ പക്ഷത്തെയും വിമതരെയും കേട്ട ശേഷം നടപടിയെടുക്കാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഇരുവിഭാഗത്തെയും കേൾക്കാൻ സ്പീക്കറുടെ ഓഫീസ് ക്ഷണിച്ചു.
വിമതരെ പോലെ എൻസിപിഐയിൽ ചേരില്ലെന്ന് എംഎൽഎമാർ വ്യക്തമാക്കി. വിമതരെ ആരുമറിയാത്ത പാർട്ടിയിൽ ചേർത്തത് അമിത്ഷായുടെ പരിഭ്രാന്തി കാരണമെന്ന് കോൺഗ്രസ് പരിഹസിച്ചു. ജയ്പൂരിൽ വെച്ചുണ്ടായ പ്രതിഷേധ പരിപാടിക്കിടെ തനിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികരണവുമായി കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ പ്രതിസന്ധിയാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 ഇനിയൊരിക്കലും ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്നില്ലെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. ആഗോള ശക്തികളുടെ പരമാധികാരവും ആധിപത്യവും അവകാശപ്പെടാനാകില്ലെന്നും പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യം ഒഴിച്ചുകൂടാനാകാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കടുത്ത വിമർശകനായ കാർട്ടൂണിസ്റ്റിനെ അജ്ഞാതർ പോളണ്ടിൽ വെടിവെച്ചു കൊന്നു. പുടിന്റെ ഭീഷണിയെ തുടർന്ന് 5 വർഷം മുൻപ് പോളണ്ടിലേക്ക് താമസം മാറ്റിയ സെമിയോൺ സ്ക്രെപെറ്റ്സ്കി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന റോബർട്ട് കുസോവുകോവാണ് കൊല്ലപ്പെട്ടത്. സ്ത്രീകളുടെ ലൈംഗികാനന്ദം നിഷേധിക്കുന്ന ചേല കർമ്മ പ്രക്രിയ പൂർണ്ണമായി നിരോധിച്ച് കൊളംബിയ. ആദിവാസി വനിതാ ഗ്രൂപ്പുകളും ആക്ടിവിസ്റ്റുകളും വർഷങ്ങളായി നടത്തുന്ന പോരാട്ടത്തിനൊടുവിലാണ് കൊളംബിയൻ പാർലമെന്റ് സ്ത്രീകളുടെ ചേല കർമ്മ പ്രക്രിയ നിരോധിക്കുന്ന നിയമത്തിന് അംഗീകാരം നൽകിയത്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ അവധിക്കാലം ആഘോഷിക്കാനെത്തിയ 9 വയസ്സുകാരിയായ ഓസ്ട്രേലിയൻ പെൺകുട്ടി പോലീസ് വെടിയേറ്റ് മരിച്ചു. ഹാനിയ അഹമ്മദ് എന്ന പെൺകുട്ടിയാണ് മരിച്ചത്. കവർച്ചക്കാരെന്ന് തെറ്റിദ്ധരിച്ച് പോലീസ് കുടുംബത്തിന്റെ വാഹനത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഗാസയിലേക്ക് അന്താരാഷ്ട്ര സഹായവുമായി ചെന്ന കപ്പലിലെ സന്നദ്ധ പ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം ക്രൂരമായി പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തുവെന്ന പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ഓസ്ട്രേലിയ. മെയ് മാസത്തിൽ ഗാസയിലേക്ക് പുറപ്പെട്ട ഗ്ലോബൽ സുമുദ് സഹായ കപ്പലിലുണ്ടായിരുന്ന ഓസ്ട്രേലിയൻ വനിതാ ആക്ടിവിസ്റ്റുകളുടെ പരാതിയിലാണ് പോലീസ് ഔദ്യോഗിക അന്വേഷണം ആരംഭിച്ചത്. ലോകകപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് ഐയിൽ നടന്ന മത്സരത്തിൽ സെനഗലിനെ 1-3 ഗോളുകൾക്ക് കീഴടക്കി നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് മികച്ച തുടക്കം കുറിച്ചു. കിലിയൻ എംബാപ്പെ ഇരട്ട ഗോളുമായി തുടങ്ങിയ മത്സരത്തിൽ ബ്രാഡ്സി ബാർക്കോളയാണ് ഫ്രാൻസിന്റെ മറ്റൊരു ഗോൾ നേടിയത്. ഇബ്രാഹിം എംബായെ സെനഗലിന്റെ ആശ്വാസ ഗോൾ നേടി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.